അപ്പൊ നമ്മളിനി സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയാണ്? അത് കഴിഞ്ഞുണ്ടായ സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ പറയണത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കുറച്ച് ഭാഗം വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടായി. മൗണ്ട് ബാറ്റൺ പദ്ധതിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ ഈ ബാറ്റൺ പദ്ധതി, ഈ മൗണ്ട് ബാറ്റൺ പ്രഭു എന്ന് പറയണത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നു ഈ മൗണ്ട് ബാറ്റൺ എന്ന് പറഞ്ഞ ഈ മൗണ്ട് ബാറ്റൺ പ്രഭു. അതേപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമാണ്. അപ്പൊ ലാസ്റ്റ് വൈസ്രോയ്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ്. പിന്നെ ഇന്ത്യ വിഭജനത്തിന് ശേഷം അദ്ദേഹം ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് മാറിയ ആളാണ് ഈ മൗണ്ട് ബാറ്റൺ. അപ്പൊ ഈ മൗണ്ട് ബാറ്റന്റെ പദ്ധതി അനുസരിച്ച് ആണ് നമ്മൾ ഈ ഇന്ത്യയുടെ ഡിവിഷൻ എന്നൊരു സ്റ്റേജിലേക്ക് എത്തിയത്. ഇന്ത്യനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഈ പറഞ്ഞ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയേ. പിന്നെ അതേപോലെ തന്നെ പിന്നെ പറയും ഈ പറഞ്ഞ സംവരണത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയ. അങ്ങനെ പല റീസൺസ് നമ്മൾ പറയും. നമുക്കറിയാലോ, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും ചില സമയത്ത് പിരിയേണ്ട ആവശ്യങ്ങളൊക്കെ വരും. അതുപോലെ ഉം പല കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് പിരിയേണ്ടി വന്നത്. രണ്ട് രീതിയിൽ രണ്ട് രാജ്യങ്ങളായിട്ട് പിരിയാനായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി നിയമിച്ച വൈസ്രോയ് ആണ് മൗണ്ട് ബാറ്റൺ പ്രഭു. ഓക്കെ. അപ്പൊ അദ്ദേഹമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് നിയമിക്കപ്പെട്ട വൈസ്രോയി ട്ടോ. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആണ് അദ്ദേഹം. അതേപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമാണ്. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. അപ്പൊ ഈ മൗണ്ട് ബാറ്റൺ മനസ്സിലായി, ഈ പ്രഭുവിന് മനസ്സിലായി, ഈ പറഞ്ഞ കുറെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം നടക്കാൻ പറ്റില്ല എന്ന് ആൾക്ക് മനസ്സിലായി. ഇന്ത്യ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്ട് ഈ പറഞ്ഞ അധികാരം ബ്രിട്ടന്റെ ബ്രിട്ടീഷുകാര് അധികാരം കൈമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് മൗണ്ട് ബാറ്റന് മനസ്സിലായി. അതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം എന്നാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം പറഞ്ഞത്. അപ്പൊ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ആ ഒരു പുതിയൊരു രാജ്യം വരണം എന്ന രീതിയിലാണ് മൗണ്ട് ബാറ്റൺ പ്രഭു അന്ന് സംസാരിച്ചത്. ഓക്കെ. അപ്പൊ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. അങ്ങനെ ഈ പറഞ്ഞ പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. അപ്പൊ പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തേണ്ടതാണ് എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈസ്റ്റ് പാകിസ്ഥാൻ അതേപോലെ തന്നെ വെസ്റ്റ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് രണ്ടായിട്ട് അന്ന് പാകിസ്ഥാനെ ഡിവൈഡ് ചെയ്യണത് നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. അങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചാണത്. ഓക്കെ. അപ്പൊ ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. ഇതൊക്കെ മൗണ്ട് ബാറ്റൺ പദ്ധതിയിലുള്ള കാര്യങ്ങളാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഈ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു രാജ്യം അനുവദിക്കാം. അതുപോലെ തന്നെ പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കണം. ഇതൊക്കെ ഈ മൗണ്ട് ബാറ്റൺ പദ്ധതിയിലുള്ള കാര്യങ്ങളാണ്. ഇനി വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത്, വടക്ക് മുകളില് പടിഞ്ഞാറ് ഭാഗത്ത് അപ്പൊ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണോ വേണ്ടയോ എന്ന് ഹിതപരിശോധന നടത്തി ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പിന്നെ ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കാനായിട്ട്, അതിന്റെ അതിർത്തികൾ നിർണ്ണയിക്കാനായിട്ട് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കാന്നൊക്കെ ഈ പറഞ്ഞ മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. ഇത്രയും ക്ലിയർ ആയോ? മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ അദ്ദേഹത്തിന്റെ പദ്ധതിയാണ് നമ്മൾ ഈ ജൂൺ 3 പദ്ധതി. ഈ മൗണ്ട് ബാറ്റൺ പദ്ധതിനെ പറയുന്ന പേരാണ് ജൂൺ 3 പദ്ധതി. അതേപോലെ തന്നെ ഡിക്കി ബേർഡ് പദ്ധതി എന്നൊക്കെ പറയണത്. അതുപോലെ തന്നെ ബാൾക്കൻ പദ്ധതി എന്നൊക്കെ പറയണത് ഈ മൗണ്ട് ബാറ്റൺ പ്ലാനിനെയാണ്. ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ പദ്ധതികളെയാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്നറിയപ്പെടുന്നത്. അതായത് 1947 ജൂൺ 3 തീയതിയാണ് അദ്ദേഹം ഈ പദ്ധതി അവതരിപ്പിച്ചത്. ജൂൺ 3 അവതരിപ്പിച്ചുകൊണ്ടാണ് ഇത് ജൂൺ 3 പ്ലാൻ എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ വേറെ പേരാണ് ബാൾക്കൻ പദ്ധതി, അതേപോലെ തന്നെ
ഡിക്കി ബേർഡ് പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ പദ്ധതിനെയാണ്. അതിൽ ഇത്രയേ ഉള്ളൂ പറയണത്, ഇന്ത്യനെ രണ്ടായിട്ട്, ഇന്ത്യ എന്ന് പറയണത് ഞാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഇന്ത്യ ഡിവൈഡ് ചെയ്യണതിന് മുന്നുള്ള ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പൊ ഈ ബ്രിട്ടീഷ് ഇന്ത്യനെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യനെ രണ്ടായിട്ട് വിഭജിക്കാം എന്നാണ് ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം പറയുന്നത്. ഓക്കെ, എന്നിട്ട് അധികാരം കൈമാറാം എന്ന രീതിയിലാണ് സംസാരിക്കണത് മൗണ്ട് ബാറ്റൻ പ്രഭു എന്ന്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഈ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, ഇദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആളാണ്. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണെന്ന്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി രാഷ്ട്രം ആദരിച്ച ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ മൗണ്ട് ബാറ്റന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പ്രപ്പോസൽ ഇല്ലേ, അപ്പൊ ഈ മൗണ്ട് ബാറ്റൻ പദ്ധതിയെ എതിർത്ത ദേശീയവാദികളിൽ പ്രധാനിയായിരുന്നു ഈ പറഞ്ഞ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി. അതിർത്തി ഗാന്ധി എന്നാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ മൗണ്ട് ബാറ്റൻ പദ്ധതിയെ ശക്തമായിട്ട് എതിർത്തു. അതേപോലെ തന്നെ ദ്വിരാഷ്ട്രവാദം, അതായത് രണ്ട് രാഷ്ട്രം വേണമെന്നുള്ള ആ വാദവും ഇന്ത്യയുടെ വിഭജനത്തെ ശക്തമായിട്ട് എതിർത്തു. അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇന്ത്യനെ രണ്ടായി, ഇന്ത്യ എന്ന് പറയുന്നത് പഴയ ഇന്ത്യ ആട്ടോ ഉദ്ദേശിക്കണത്, ബ്രിട്ടീഷ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ആ ഇന്ത്യനെ വിഭജിക്കുന്നതും അതേപോലെ തന്നെ രണ്ട് രാഷ്ട്രമാക്കണതും ഒന്നും അദ്ദേഹത്തിന് ഒരു താല്പര്യം ഇല്ലാതിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് അതിർത്തി ഗാന്ധി. ഇനി അദ്ദേഹം അറിയപ്പെടുന്ന വേറെ പേരാണ് ബാദ്ഷാ ഖാൻ. ബാദ്ഷാ ഖാൻ എന്നും അറിയപ്പെട്ടിരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ഒരു സംഘടനയാണ് ഗുദായി ഖിദ്മത് ഖാൻ എന്നാണ് പറയാ. ഓക്കെ, എഴുതിയതിൽ ഒരു കുറഞ്ഞുപോയി. ഗുദായി ഖിദ്മത് ഗാർ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് അദ്ദേഹമാണ്. അപ്പൊ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഈ പറഞ്ഞ അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം ദ്വിരാഷ്ട്രവാദത്തെയും അതേപോലെ തന്നെ ദ്വിരാഷ്ട്രം എന്ന് പറഞ്ഞാൽ രണ്ട് രാഷ്ട്രം, ആ വാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ഒക്കെ ശക്തമായിട്ട് എതിർത്ത ഒരു വ്യക്തിയാണ്. അതിർത്തി ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം രൂപം കൊടുത്ത ഒരു സംഘടനയാണ് ഗുദായി ഖിദ്മത് ഖാൻ. പിന്നെ ഇദ്ദേഹത്തിന് ഭാരതരത്നം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കിയുള്ളവരും റെസ്പോണ്ട് ചെയ്യട്ടോ. ഓക്കെ, ഇനി ഇത് ടാഗോർ ഈ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥേനൊക്കെ വെച്ചിട്ട് പറഞ്ഞതാണ്. ടാഗോറിന്റെ വേറൊരു കാര്യം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഹൃദയത്തിന്റെ രണ്ടറകളാണെന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹമാണ്, ടാഗോർ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ഒരു വേറൊരു കോട്ടിംഗ് ആണ്, വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. ഓക്കെ, അപ്പൊ വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാകും. പക്ഷെ അത് ഏത് രൂപത്തിലുള്ള ഇന്ത്യയാകും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റിവരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും എന്ന് പറഞ്ഞത് ടാഗോറാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, വിധിയുടെ ചക്രങ്ങൾ ഒരു നാള് ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരാവും, പക്ഷെ ഏത് രൂപത്തിലുള്ള ഇന്ത്യയായിരിക്കും ഇവിടെ ഉപേക്ഷിച്ചു പോകുക എന്ന് ഒരു പിടിയില്ല എന്നാണ് അദ്ദേഹം പറയണത്. അപ്പൊ ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് ഇവിടെ എന്തുണ്ടാവും? ചെളിയും അഴുക്കിന്റെയും കൂമ്പാരായിരിക്കും എന്നാണ് ടാഗോർ പറഞ്ഞിരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഈ പറഞ്ഞ സ്വാതന്ത്ര്യം, ഓക്കെ, ഇന്ത്യനെ ഡിവൈഡ് ചെയ്തു. ഈ ഇന്ത്യനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ആ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ക്ലമന്റ് ആറ്റ്ലി ആണ് കേട്ടോ. ഓക്കെ, ക്ലമന്റ് ആറ്റ്ലിക്ക് ഇന്ത്യയുടെ ഒരു ചെറിയ അനുഭവം ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ ക്ലമന്റ് ആറ്റ്ലി ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കേട്ടോ, ക്ലമന്റ് ആറ്റ്ലി. ഇനി ഈ ഇന്ത്യനെ
ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ, ഇന്ത്യ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഈ ഇന്ത്യനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ വേണ്ടി വന്നത് ഈ ഒന്ന് വിഭജിക്കണത്. അതേപോലെ തന്നെ ഈ വിഭജിച്ചു കഴിയുമ്പോ എന്തുണ്ടാവും? കുറേ പേര് അഭയാർത്ഥികളാവും. കുറേ പേര് മുസ്ലിംസ് അല്ലാത്ത ഹിന്ദുസ് ഒക്കെ അവിടെ നിന്ന് ഈ വിഭജിച്ച ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഏരിയയിലുള്ള ഹിന്ദുസിന് ഓട്ടോമാറ്റിക്കലി ഈ ഇന്ത്യയിലേക്ക് വരേണ്ടി വരും. അതേപോലെ ഇന്ത്യയുടെ അതിർത്തിയിലൊക്കെ താമസിക്കണ മുസ്ലിങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പൊ അഭയാർത്ഥികളുടെ വലിയൊരു പ്രവാഹം, അതിപ്പോ ഹിന്ദുസ് ആയാലും മുസ്ലിംസ് ആയാലും ഇതിങ്ങനെ അവനവന്റെ നാടും ഇതൊന്നും വിട്ടു പോകണമെന്ന് പറഞ്ഞാൽ ആരെയും സംബന്ധിച്ച് വലിയ സുഖമുള്ള പരിപാടിയൊന്നും അല്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കണ ഒരു സമയമാണ്. അതേപോലെ തന്നെ കുറെ നാട്ടുരാജ്യങ്ങളായിട്ട് സ്പ്ലിറ്റ് ആയി കിടക്കായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞ ഇത്. ഓരോന്നും ഓരോ നാട്ടുരാജ്യങ്ങളായിരുന്നു. തിരുവിതാംകൂർ നാട്ടുരാജ്യം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇങ്ങനെ പല നാട്ടുരാജ്യങ്ങളായിട്ട് സ്പ്ലിറ്റ് ആയി കിടക്കണ ഈ ഇന്ത്യനെ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാക്കി ഇതിനെയൊക്കെ സംയോജിപ്പിച്ച് ഒരു ഇന്ത്യ എന്നൊരു മഹാരാജ്യം ആക്കാനായിട്ട് ഒരുപാട് പണിപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു നാട്ടുരാജ്യങ്ങളെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം വന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ കൂടി നമ്മൾ വിചാരിക്കും 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതോടുകൂടി ബ്രിട്ടീഷുകാര് ഇവിടുന്ന് വിട്ടുപോയി, അതോടുകൂടി അന്നത്തോടുകൂടി പുത്തൻ പ്രഭാതം, ഒരു പ്രശ്നങ്ങളും ഇല്ല, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ. പക്ഷെ ഇത് കഴിഞ്ഞു വന്നിട്ടുള്ള എഫേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. ഇന്ത്യനെ അങ്ങ് വിഭജിച്ചു. അപ്പൊ അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, ഈ വർഗീയ ലഹളകള്, ഈ അഭയാർത്ഥികളായിട്ട് ഒരുപാട് പേര് പോകുന്നു, സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ അനാഥരായി പോകുന്നു, ഒരുപാട് പേര് മരിക്കുന്നു. അങ്ങനെ ഒരു ക്രൂഷ്യൽ പീരീഡ് ആയിരുന്നു. നാട്ടുരാജ്യങ്ങൾ കുറെ പേര് ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല എന്നും പറഞ്ഞ് കുറെ പേര് നിൽക്കും, ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഒരു രാഷ്ട്രം. ഇപ്പൊ തിരുവിതാംകൂർ പോലെ അവിടുത്തെ രാജാവ് നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ പേര് പഠിക്കും, കേരള ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടോ. അപ്പൊ അങ്ങനെ ഒരു തമ്പുരാൻ ആളിപ്പോ പറയാണ് ഇത് എന്റെ സ്വന്തം രാഷ്ട്രമാണ്, ഞാൻ ഇന്ത്യൻ യൂണിയനിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ നാട്ടുരാജ്യത്തിലെ രാജാക്കന്മാർ അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കൺട്രി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റില്ല. ഓരോന്നും അവനവന്റെ രാജ്യമായിട്ട് നിൽക്കുള്ളൂ. അപ്പോ ഇങ്ങനെ ഒരുപാട് വർഗീയ ലഹളകളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയണത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ നാട്ടുരാജ്യങ്ങളെയൊക്കെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിലേക്ക് കൊണ്ടുവരണം. ഇനി അടുത്ത പരിശ്രമമൊക്കെ അതിനു വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇത് ഇന്ത്യ വിഭജനത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറയണതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയത് 1947 ജൂലൈ. ഇന്ത്യയും പാകിസ്ഥാനും സ്വയം ഭരണാധികാരമുള്ള രണ്ട് രാജ്യങ്ങളായിട്ട് മാറിയത് 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ഒക്കെ ആയിട്ടാണ് രണ്ട് രാജ്യമായിട്ട് മാറിയത്. ഇനി ഇന്ത്യ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ മഹാത്മാഗാന്ധി എവിടെയായിരുന്നു? ഓക്കെ, അദ്ദേഹം എല്ലാവരും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു വലിയൊരു ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി ആ സമയത്ത് കൊൽക്കത്തയിലെ നവഗാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ പ്രദേശമായിരുന്നു ഈ നവഗാലി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ വർഗീയ ലഹളകള് നടന്നിരുന്ന സമയമാണ്. ഈ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഒരുപാട് വർഗീയ ലഹളകൾ കൽക്കട്ട, ഡൽഹി, നവഗാലിയിലൊക്കെ നടന്നിരുന്ന സമയമാണ്. അപ്പൊ ഈ നവഗാലി എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് വർഗീയ ലഹളകള് നടക്കുന്ന സമയമാണ്. അപ്പൊ ഈ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ മഹാത്മാഗാന്ധി ഈ സമയം ഈ നവഗാലിയിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്തുകൊണ്ട് ഈ വർഗീയ ലഹളകളൊക്കെ പറ്റുന്ന രീതിയിൽ ഒതുക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ കൊൽക്കട്ടയിലായിരുന്നു, അതായത് ബംഗ്ലാദേശിന്റെ പ്രദേശം. ഓക്കെ, അന്നത്തെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ പ്രദേശമുള്ള ഏരിയയാണ് ഈ നവഗാലി എന്ന് പറയുന്നത്. ഓക്കെ,
അങ്ങനെ ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തര ഫലമാണ് ഈ പറഞ്ഞ ഗാന്ധിജി മരിക്കാനിടയായ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കാരണം ഒരുപാട് വർഗീയ ലഹളകൾ പല രീതിയിലും വർഗീയ ലഹളകൾ നടക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. എന്തെങ്കിലും ചെറിയ കാരണം മതി, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഊതി വീർപ്പിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ. നിങ്ങൾക്ക് അറിയാലോ, വർഗീയ ലഹളകൾ ഉണ്ടാവാൻ അധികം നേരമൊന്നും വേണ്ട. അപ്പൊ ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തര ഫലമായിട്ടാണ് ഗാന്ധിജി മരിച്ചത്. അപ്പോ ഗാന്ധിജി 1948 ജനുവരി 30 ആണ് അദ്ദേഹം ഡൽഹിയിൽ വെച്ച് മരിച്ചത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആള് നവഗാലിയിലായിരുന്നു. അപ്പോ 1948 ജനുവരി 30 ഡൽഹിയിൽ വെച്ച് നാഥൂറാം ഗോഡ്സെ അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞ ഗാന്ധിജി മരിച്ചു കഴിഞ്ഞപ്പോ നെഹ്റു പറഞ്ഞതാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി വേറെ പറഞ്ഞിട്ടുണ്ട്, എന്താ പ്രകാശമാനമായ കറുത്ത പ്രതലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഗാന്ധിജീനെ പറ്റി. ഓക്കെ, അപ്പോ ഗാന്ധിജിയുടെ വിയോഗത്തെ കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നത്, എവിടെ ഇരുട്ടാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നെഹ്റു. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യ വിഭജിച്ചു കഴിഞ്ഞപ്പോ ഒരുപാട് പരിണത ഫലങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ വിചാരിക്കണ പോലെ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാലും ഒരുപാട് അതുകൊണ്ടുണ്ടായ കോൺസിക്വൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭയാർത്ഥികളായിട്ട് പോയി. ഒരു മുസ്ലിംസിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ വർഗീയവാദികളായിട്ടുള്ള ഹിന്ദുസ് ചിലപ്പോ കൊല്ലും, അതുപോലെ ഹിന്ദുക്കളെ കണ്ടു കഴിഞ്ഞാൽ വർഗീയവാദികളായ മുസ്ലിംസ് ചിലപ്പോ കൊല്ലുമെന്നിരിക്കും. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭയാർത്ഥി പ്രവാഹമാണ്. അപ്പൊ ഈ തിക്കും തിരക്കിന്റെ ഇടയിൽ കുറെ പേര് മരിക്കാം. അങ്ങനെ പല രീതിയിൽ നിരവധി സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ആളുകൾ അവരുടെ പ്രദേശങ്ങളിൽ നിന്നും പ്രാദേശികമായ സംസ്കാരങ്ങളിൽ നിന്ന് അകന്നുപോയി. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ താമസിക്കണു, നമ്മുടെ അടുത്ത് എന്തിന്റെ പേരിലായാലും ഇവിടെ നിന്ന് മാറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ സുഖമുള്ള കാര്യമാണ്. അത് സുഖമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പൊ അവരുടെ ആ കൾച്ചറും ഇതൊക്കെ വിട്ട് അവർക്ക് മാറാൻ നിർബന്ധിതരായി അവര്. ഇനി 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആളുകൾക്ക് ജീവഹാനി നേരിട്ടതായിട്ട് കരുതപ്പെടുന്നു. ഇനി 1.5 കോടിയിലധികം ജനങ്ങൾ അഭയാർത്ഥികളൊക്കെ ആയിട്ട് മാറി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഈ പറഞ്ഞ ഇന്ത്യ വിഭജനത്തിന്റെ പരിണത ഫലമായിട്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആരൊന്നും പറയുള്ളല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഞാൻ ആൻസർ പറഞ്ഞിരുന്നു, കിട്ടുമോ നോക്കിയേ. ക്ലെമന്റ് ആറ്റ്ലി. എല്ലാവർക്കും കിട്ടിയാ? ക്ലെമന്റ് ആറ്റ്ലി ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കേട്ടോ. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരാ? മൗണ്ട് ബാറ്റൺ പ്രഭു. മൗണ്ട് ബാറ്റൺ പ്രഭു. ആ സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനിയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഓർത്ത് പറയും. ആർക്കും കിട്ടണില്ലേ? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ പറയണുണ്ട് ആൻസർ. മൗണ്ട് ബാറ്റൺ പ്രഭു ആട്ടാ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാലും മൗണ്ട് ബാറ്റൺ പ്രഭു കേട്ടോ. ഇനി അടുത്തത്, ഈ നെഹ്റു നമ്മുടെ ഈ
ഈ വിഭജനത്തോടനുബന്ധിച്ച് അല്ലെ ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഒരു വിധിയുമായി ഒരു കൂടിക്കാഴ്ച എന്നൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അത് ആരുടെ പ്രസംഗമാണെന്ന് ചോദിച്ചാൽ അത് നെഹ്റുവിന്റെ പ്രസംഗമാണ് കേട്ടോ. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് നെഹ്റുവിന്റെ പ്രസംഗമായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞത് ആരാ? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാ? ഗാന്ധിജിയുടെ മരണം. ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നമ്മള് അടുത്തത് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി നിർണ്ണയിക്കാൻ ഒരു അതിർത്തി നിർണയ ഒരു കമ്മീഷനെ നിയമിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരാണ് സിറിൽ റാഡ്ക്ലിഫ്. ഓക്കെ, നിങ്ങള് ബേസിക് ആയിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ റാഡ്ക്ലിഫ് രേഖ എന്നൊക്കെ പറഞ്ഞ ഒരു രേഖ പഠിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പേരാണ്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖ ഒരു ബൗണ്ടറി നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ അതിർത്തി നിർണയ കമ്മിറ്റിയുടെ തലവനാണ് സിറിൽ റാഡ്ക്ലിഫ് കേട്ടോ. ആ കമ്മിറ്റിയിൽ 5 അംഗങ്ങളാണ് ഉണ്ടായത്. 2 പ്രവിശ്യയിലായിട്ടാണ് ഈ പറഞ്ഞ വിഭജനം നടന്നത്. ഒന്ന് പഞ്ചാബ് പ്രൊവിൻസിനും അതേപോലെ തന്നെ ബംഗാൾ പ്രൊവിൻസ്. ഓക്കെ, അപ്പൊ ഈ 2 പ്രവിശ്യയിലായിട്ടാണ് വിഭജനം നടന്നത്. പഞ്ചാബ് പ്രൊവിൻസ് അതേപോലെ തന്നെ ബംഗാൾ പ്രൊവിൻസ്. നിങ്ങൾക്ക് നേരം കിട്ടുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ പിക്ചറും അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്യണതിന് മുന്നുള്ള ഇന്ത്യയുടെ പിക്ചറും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഈസ്റ്റ് പാകിസ്ഥാൻ അതേപോലെ വെസ്റ്റ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് 2 ഏരിയ കൊടുത്തേക്കണത്. ഓക്കെ, ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ഒക്കെ ഭാഗമൊക്കെ കൊടുത്തേക്കണത് കാണാം. ഓക്കെ, ഇനി അടുത്തതാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് നാട്ടുരാജ്യങ്ങളായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി കിടക്കുകയായിരുന്നു നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം. അപ്പൊ ഇതിനെല്ലാം കൂടി ഒരുമിച്ച് സംയോജിപ്പിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കൺട്രി ആയിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഇത്തിരി ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോ ഇത് നമ്മള് ഈ ലയന കരാറിനെ പറ്റിയാണ്. ലയന കരാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനുള്ള കരാറിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തിയ മഹത് വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ ഇദ്ദേഹമാണ് ഈ നാട്ടുരാജ്യങ്ങളെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യനെ ഒരു കൺട്രി ആയിട്ട് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഒരു രാജ്യമായിട്ട് മാറ്റിയത്. ഓക്കെ, അപ്പൊ ഈ സർദാർ വല്ലഭായ് പട്ടേലാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇനി ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലിന്റെ ഒപ്പം സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒപ്പം ഉണ്ടായ ആളാണ് VP മേനോൻ. ഇദ്ദേഹം മലയാളിയാണ്. ഇവര് 2 പേരും കൂടി ചേർന്ന് തയ്യാറാക്കിയ ലയന കരാർ അനുസരിച്ചാണ് ഈ ലയിക്കാൻ വേണ്ടിയിട്ടുള്ള കരാർ, ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനുള്ള കരാർ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഈ പറഞ്ഞ പട്ടേലും അതേപോലെ തന്നെ VP മേനോനും ചേർന്ന് സത്യം പറഞ്ഞാൽ അവരുടെ ഒരു വലിയ പരിശ്രമം കൊണ്ടാണ് ഈ ഇന്ത്യനെ ഒന്നിച്ച് ഒരു യൂണിയൻ ആക്കി നിർത്താൻ പറ്റിയത്. അപ്പൊ ഇതിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലും അതിനെ സഹായിക്കാൻ കൂടി ഉണ്ടായിരുന്നത് മലയാളിയായ VP മേനോനും ആണ്. ഓക്കെ, അപ്പൊ ഈ നാട്ടുരാജ്യ വകുപ്പ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് വന്നത് 1947 മെയ്യിലാണ്. അപ്പൊ ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് പട്ടേലാണ്. സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നത് VP മേനോൻ. ഇവര് 2 ആളും കൂടിയാണ് ഈ പറഞ്ഞ ലയനക്കരാറൊക്കെ എഴുതി തയ്യാറാക്കിയത്. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 565ഓളം നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പല കാര്യങ്ങളും 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായി. ഇതില് പല ചിലവര് ഹിതപരിശോധന നടത്തി, ചിലത് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു, ചിലത് അല്ലാണ്ട് സമ്മതത്തോടു കൂടി ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ചു. അങ്ങനെ ഒരുപാട് പല രീതിയിൽ പല മുറകള് ആയിട്ട് പല രീതിയിലുള്ള മുറക്കാണ് ഈ പറഞ്ഞ 565ഓളം നാട്ടുരാജ്യങ്ങളെ ഈ പറഞ്ഞ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കണത്. ഇതില് അങ്ങനെയൊക്കെയോ സംബന്ധിച്ച് 3 എണ്ണം ഒഴികെ ബാക്കി എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് റെഡിയായി ലാസ്റ്റ്. ഇത് ഇങ്ങനെ നമ്മളിപ്പോ പറയണ പോലെ അത്ര എളുപ്പമുള്ള പ്രോസസ് ഒന്നും അല്ല. പല രീതിയിലുള്ള അടവുകളൊക്കെ പയറ്റിയിട്ടാണ് ഈ പറഞ്ഞ 565ഓളം നാട്ടുരാജ്യങ്ങളിൽ 3 എണ്ണം ഒഴികെ ബാക്കി ഉള്ളവരെയൊക്കെ ഈ പറഞ്ഞ ഇന്ത്യൻ യൂണിയനിൽ സംയോജിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല എന്ന് പറഞ്ഞു വാശി പിടിച്ച 3 നാട്ടുരാജ്യങ്ങളാണ് ചോദിക്കണതാണ്.
കാശ്മീർ, ജുനഗഡ്, അതേപോലെ തന്നെ ഹൈദരാബാദ്, ഈ 3 നാട്ടുരാജ്യങ്ങള് ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ആൾക്കാരാണ് കാശ്മീർ, ജുനഗഡ്, അതേപോലെ തന്നെ ഹൈദരാബാദും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് 1947 മെയ്യിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേല്. ഇനി ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭാവ്നഗർ എന്ന് പറഞ്ഞ നാട്ടുരാജ്യമാണ് ഇന്ത്യൻ യൂണിയനിൽ ഫസ്റ്റ് ചേർന്നത്. നമ്മൾ പറഞ്ഞു 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടിയിട്ട്. ഇതിൽ 3 ഒഴികെ ബാക്കി എല്ലാവരും ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. അതിൽ ആദ്യം ചേർന്ന നാട്ടുരാജ്യമാണ് ഭാവ്നഗർ. ഭാവ്നഗർ ആണ് ആദ്യമായിട്ട് ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന നാട്ടുരാജ്യം. ഇനി ചേരാതിരുന്ന 3 നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ, ജുനഗഡ്, അതേപോലെ തന്നെ ഹൈദരാബാദ്. ഇനി ലയന കരാർ വഴിയാണ് ഈ കാശ്മീർ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർന്നത്. അപ്പോ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവാണ് രാജ ഹരിസിംഗ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഈ ലയന കരാർ എഴുതി. അതിന്റെ പിന്നിൽ കുറെ കഥയൊക്കെ ഉണ്ട് കേട്ടോ, പറയാൻ നേരമില്ല. ഈ രാജ ഹരിസിംഗിന്റെ ഈ കാശ്മീർ ലയനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കും. അപ്പൊ ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് കാശ്മീർ. അപ്പൊ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോ കാശ്മീർ ആ സമയത്ത് ഭരിച്ചിരുന്ന രാജാവാണ് രാജ ഹരിസിംഗ് കേട്ടോ. ഇനി ഈ ഹൈദരാബാദ് നമ്മൾ പറഞ്ഞു 3 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാണ്ട് നിന്നു, കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ഇനി ഈ ഹൈദരാബാദിനെ സൈനിക നടപടി വഴിയാണ് ഈ പറഞ്ഞ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത്. ആ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ പോളോ. 1948 ഓപ്പറേഷൻ പോളോ വഴിയായിട്ടാണ് ഈ പറഞ്ഞ ഹൈദരാബാദിനെ സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത്. ഇനി 48 സെപ്റ്റംബറിലാണ് ഈ പറഞ്ഞ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലോട് കൂട്ടിച്ചേർത്തത്. ഇനി ജനഹിത പരിശോധന, ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഈ ജനഹിത പരിശോധന. ഈ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയാനുള്ള സംവിധാനമാണ് ഈ ജനഹിത പരിശോധന. അപ്പൊ ഈ ജനഹിത പരിശോധന വഴിയാണ് ഈ ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായി. 3 നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ പറ്റിയില്ല. അവരാദ്യം ഇതിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല എന്ന് പറഞ്ഞ് മാറിയതാണ്. ലയന കരാർ വഴി കാശ്മീരിനെ കൂട്ടിച്ചേർത്തു. സൈനിക നടപടി വഴി ഹൈദരാബാദിനെ ഓപ്പറേഷൻ പോളോ വഴി കൂട്ടിച്ചേർത്തു. അതേപോലെ ജനഹിത പരിശോധന വഴി ഈ പറഞ്ഞ ജുനഗഡിനെ കൂട്ടിച്ചേർത്തു. ക്ലിയർ ആയോ? ആരും ഒന്നും പറയണില്ലല്ലോ. ബാക്കിയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റണ്ടോ? ക്ലിയറായി. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കുറച്ചും കൂടി പോയിന്റ് നോക്കിയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ലയന കരാർ നമ്മൾ പറഞ്ഞു നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേല് അതേപോലെ തന്നെ VP മേനോനും കൂടിയിട്ടാണ് ഈ ലയന കരാർ എഴുതി തയ്യാറാക്കിയത്. അപ്പൊ ഈ ലയന കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങള് കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകളാണ് ഒന്ന് പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. ഈ 3 കാര്യങ്ങൾ ഈ പറഞ്ഞ ലയന കരാർ അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ടി വന്നു. ആ വകുപ്പുകളാണ് പ്രതിരോധം, അതേപോലെ തന്നെ വാർത്താവിനിമയം, വിദേശകാര്യമൊക്കെ. ഇനി ഈ പറഞ്ഞ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ കുറെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അപ്പൊ 1954 ഈ പറഞ്ഞ ഫ്രാൻസ്, അപ്പോഴും ഫ്രഞ്ചുകാർ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഈ ഫ്രാൻസ് 1954
ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങളാണ്. പിന്നെ ഒരു ആന്ധ്ര സംസ്ഥാനം എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനമൊക്കെയാണ് ആദ്യം ഫോം ചെയ്തത്. അത് 1953 ഈ പറഞ്ഞ ലയന കരാർ 1947-48 കാലഘട്ടത്തിലൊക്കെ നടന്നിട്ട് 53 ആന്ധ്ര സംസ്ഥാനം എന്ന് പറഞ്ഞൊരു സംസ്ഥാനം വന്നത് കേട്ടോ. ഓക്കെ, അത് നമ്മൾ പറയും. അപ്പൊ 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ മാഹി ഒക്കെ കേട്ടോ. നമ്മുടെ കേരളത്തിനകത്തുള്ള ഒരു സ്ഥലമാണ് മാഹി. കണ്ണൂര്, തലശ്ശേരി പോണ ആ സ്ഥലത്തുള്ള സ്ഥലമാണ് മാഹി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ അത് ഫ്രഞ്ച് കോളനി ആയിരുന്നു, ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്നു. ഓക്കെ, അപ്പൊ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം ഇതൊക്കെ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് പ്രദേശങ്ങളാണ്. അതേപോലെ തന്നെ പോർച്ചുഗീസുകാർ 1961 വരെയുണ്ട്. അത് ഇന്ത്യക്ക് കൈമാറിയ, പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ ദിയു. ഗോവയൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ, പോർച്ചുഗീസ് ഏരിയ ആണ് ഈ പറഞ്ഞ ഗോവ എന്നൊക്കെ പറയണത്. അപ്പൊ ഗോവ, ദാമൻ ദിയു ഒക്കെ ഈ പറഞ്ഞ ഇന്ത്യ ഈ 1961 പോർച്ചുഗീസുകാർ ഇന്ത്യക്ക് കൈമാറിയത്. 54 ഫ്രാൻസ് ഇന്ത്യക്ക് ഈ പറഞ്ഞ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം ഒക്കെ കൈമാറിയത്. ഇതിൽ എപ്പോഴും ചോദിക്കണതാണ്, താഴെ തന്നിരിക്കുന്നതിൽ ഫ്രഞ്ച് അധിനിവേശ പ്രദേശം ഏത്, പോർച്ചുഗീസ് അധിനിവേശ പ്രദേശം എന്താ, മിക്സപ്പ് ചെയ്തിടും. അപ്പൊ നമുക്ക് തെറ്റിപ്പോകും. ദാമൻ ദിയു ഒക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ്. അപ്പൊ ഗോവ നമുക്ക് കിട്ടും. അപ്പൊ ഈ ദാമൻ ദിയു ഒക്കെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശമാണ്. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം ഒക്കെയാണ് ഈ പറഞ്ഞ ഫ്രഞ്ച് അധിനിവേശ പ്രദേശം. അത് മാറാണ്ട് പഠിച്ചോളണം കേട്ടോ. ഇനി ഈ പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരുപാട് സിനിമകൾ ഉണ്ട്. ഇത് എപ്പോഴും ചോദിക്കണതാണ്. മേരെ ദാക്കദാര എന്നാട്ടോ, മേഘയല്ല, മേരെ ദാക്കദാര. ഓക്കെ, ഈ സിനിമ ഋത്വിക് ഘട്ടക്കിന്റെ ആണ് കേട്ടോ. മേരെ ദാക്കദാര അതിന്റെ ആളാണ് ഋത്വിക് ഘട്ടക്കിന്റെ സിനിമയാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ മേരല്ല, മേഘേ ദാക്കദാര കേട്ടോ. ഓക്കെ, ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞപ്പോ തെറ്റിപ്പോയി. ഗരം ഹവ എന്ന് പറയുന്ന സിനിമ MS സത്യുവിന്റെ ആണ്, MS സത്യു. അതേപോലെ തമസ് ഗോവിന്ദ നിഹലാനിയുടെ ആണ് ഈ പറഞ്ഞ തമസ്. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സ്. ഇത് എപ്പോഴും ചോദിക്കണതാണ്, ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടെ സിനിമയാണെന്ന്. ഓക്കെ, പമേല റൂക്സിന്റെ ആണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. അതേപോലെ തന്നെ മേഘേ ദാക്കദാര ഋത്വിക് ഘട്ടക്കിന്റെ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തമസ് ഗോവിന്ദ് നിഹലാനിയുടെ ആണ്. ഗരം ഹവ MS സത്യുവിന്റെ. എങ്ങനെയെങ്കിലും നിങ്ങൾ കാണാണ്ട് പഠിക്കണം, ഇതിലെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് അടിസ്ഥാനമാക്കിയ സിനിമകളാണ് മേഘേ ദാക്കദാര, അത് ഋത്വിക് ഘട്ടക്കിന്റെ. ഗരം ഹവ MS സത്യുവിന്റെ. തമസ് ഗോവിന്ദ നിഹലാനിയുടെ. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സ്. ഒരു 4-5 വട്ടം വായിച്ചാൽ കിട്ടേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് VP മേനോനിലേക്ക് പോവാം. ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോ നിങ്ങൾക്ക് കുറച്ചൊക്കെ കിട്ടും. അദ്ദേഹം ഞാൻ പറഞ്ഞു നമ്മുടെ പട്ടേലിന്റെ ഒപ്പം ലയന കരാർ എഴുതി തയ്യാറാക്കാനും അതേപോലെ തന്നെ നാട്ടുരാജ്യ സംയോജനത്തിനൊക്കെ കട്ടയ്ക്ക് കൂടെ നിന്ന ആളാണ് VP മേനോൻ. മലയാളിയാണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം 1894 പാലക്കാട് ജില്ലയില് ഒറ്റപ്പാലത്താണ് ജനിച്ചത് കേട്ടോ. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ജനിച്ചു. ഇനി നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്ന മലയാളിയാണ്. അതിന്റെ മന്ത്രി നമ്മൾ പറഞ്ഞു സർദാർ പട്ടേലാണ്. അപ്പൊ അതിന്റെ തലവനായ, നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായ മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് VP മേനോനാണ്. ഇത് ആളുടെ ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരിക്കലും. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നാണ് VP മേനോന്റെ ഫുൾ നെയിം. ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് ആർക്കും കിട്ടിയില്ല. ഈ VPയുടെ എക്സ്റ്റൻഷൻ എന്താന്ന് അറിയില്ലാത്തതുകൊണ്ട്. VP എന്ന് പറഞ്ഞാൽ വാപ്പാല പങ്കുണ്ണി മേനോൻ. ഓക്കെ, അപ്പൊ VP മേനോൻ എഴുതിയ പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഈ 2 പുസ്തകങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. അതിലൊക്കെ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പേരും തരും, അങ്ങനെ കുറെ പേര് തിരിക്കും. അപ്പൊ VP മേനോൻ എഴുതിയ പുസ്തകങ്ങളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അപ്പൊ അദ്ദേഹം നമ്മൾ പറഞ്ഞു നാട്ടുരാജ്യ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് VP മേനോൻ. അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്.
അദ്ദേഹം ഒഡീഷയുടെ ഗവർണർ ആയിട്ടുണ്ട് 1951 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് അദ്ദേഹം ജനിച്ചത്. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ തലവനായിരുന്ന മലയാളിയാണ് അദ്ദേഹം. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്ത പുസ്തകങ്ങളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അദ്ദേഹം ഒഡീഷയുടെ ഗവർണർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 565. 565. ബാക്കിയുള്ളവര് ഒന്ന് പറയൂ ആൻസർ. 565 പറഞ്ഞു, എന്നാലും നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യും, അപ്പൊ കിട്ടും. ഓക്കെ, ഇനി ഏതൊക്കെ വകുപ്പുകളാണ് ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന് നാട്ടുരാജ്യങ്ങൾ കൈമാറേണ്ടി വരുന്നത്? ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത്. മൂന്ന് കാര്യങ്ങളാണ് ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന് നാട്ടുരാജ്യങ്ങള് കൊടുക്കേണ്ടത്. അത് ഏതൊക്കെയാണ്? 3 കാര്യങ്ങളുണ്ട്, അത് 3 ചോദിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? പ്രതിരോധം, വാർത്താവിനിമയം, പ്രതിരോധം, വിദേശകാര്യം. വിദേശകാര്യം, അതേപോലെ തന്നെ വാർത്താവിനിമയം. ഈ 3 കാര്യങ്ങളാണ് ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന് ഈ നാട്ടുരാജ്യങ്ങൾ അടിയറവ് വെക്കേണ്ട 3 വകുപ്പുകൾ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായത് കേട്ടോ. ഓപ്ഷൻ 1 VP മേനോൻ, ഓപ്ഷൻ 2 JB കൃപലാനി, ഓപ്ഷൻ 3 സർദാർ വല്ലഭായ് പട്ടേൽ. ഇത് ഇപ്പൊ എത്ര നേരം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും. ആൻസർ പറഞ്ഞോ. ആരൊക്കെയാ നാട്ടുരാജ്യ സംയോജനത്തില് പങ്കുവച്ച ആൾക്കാര്? VP മേനനും അതേപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലും അല്ലെ. ഇനി ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി? VP മേനോൻ. അത് തന്നെ നേരെ തിരിച്ചു വെച്ചിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി VP മേനോൻ. ഓക്കെ, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? എല്ലാവർക്കും കിട്ടിയ VP മേനോൻ. ഇനി ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം? ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം കിട്ടോ? ഭാവ്നഗർ എന്നാണ് ചില ബുക്കില്. ബീക്കാനീർ എന്ന് പറഞ്ഞൊരു നാട്ടുരാജ്യം കേൾക്കാണ്ട്, പക്ഷെ നമ്മൾ ആൻസർ കൊടുക്കുമ്പോൾ സാധാരണ ഭാവ്നഗർ ആണ് പറയാറ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാത്ത നാട്ടുരാജ്യങ്ങള്, ചേരാതെ നിന്ന 3 നാട്ടുരാജ്യങ്ങള്? കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ബാക്കിയുള്ളവർക്ക് കിട്ടണ്ടാ? കിട്ടിയ എല്ലാവർക്കും കിട്ടിയ? കാശ്മീര്, ജുനഗഡ്, അതേപോലെ തന്നെ ഹൈദരാബാദ്. ഓക്കെ,
ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം. ജനഹിത, ഹൈദരാബാദ് അല്ല. ജനഹിതത്തിന്റെ ജായിൽ തന്നെ തുടങ്ങണം. ഇതിൽ കൂടുതൽ ക്ലൂ പറയില്ല. ജുനഗഡ് ജനഹിതം കേട്ടാ. ഓക്കെ. അല്ലെങ്കിൽ റഫറണ്ടം എന്ന് ചോദിച്ചാലും ഈ പറഞ്ഞ ജനഹിത പരിശോധനേനെ തന്നെയാ കേട്ടോ ഉദ്ദേശിക്കുന്നത്, റഫറണ്ടം. ഇനി കാരയ്ക്കൽ ഏത് അധിനിവേശ പ്രദേശമായിരുന്നു? ആരുടെ കോളനി ആയിരുന്നു കാരയ്ക്കല്? ഫ്രഞ്ച് ആണോ പോർച്ചുഗീസ് ആണോ ബ്രിട്ടീഷ് ആണോ? ആരുടെ അധിനിവേശ പ്രദേശമായിരുന്നു കാരയ്ക്കല്? ഓർമ്മയില്ല? ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, അതേപോലെ തന്നെ കാരയ്ക്കല്, യാന കേട്ടാ. ഇനി പോർച്ചുഗീസ് അധിനിവേശ പ്രദേശം ഗോവ, അതേപോലെ തന്നെ ദാമൻ, പിന്നെ ദിയു കേട്ടാ. 3 സ്ഥലങ്ങൾ: ഗോവ, ദാമൻ, ദിയു. ഓക്കെ. ദാമൻ ദിയു എന്ന് ഞാൻ ഒരുമിച്ചങ്ങോട് പറഞ്ഞോന്നുള്ളൂ കേട്ടോ. ദാമൻ ദിയു എന്നാണ് പറയാ. ഇപ്പൊ ദാമൻ ദിയു എന്ന് പറയുന്നുണ്ട്. ദാമൻ വേറെ ദിയു വേറെ എന്നായിട്ടാണ് നമ്മൾ പറയുമ്പോ പറയാ ഗോവയുടെ അധിനിവേശ പ്രദേശം. ഇനി അടുത്തത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയെ പറ്റിയാണ് പറയണത്. അപ്പൊ ഈ സംസ്ഥാനങ്ങളൊക്കെ ഫോം ചെയ്യണം. ഇപ്പൊ എത്ര നേരം നമ്മൾ പറഞ്ഞു നാട്ടുരാജ്യങ്ങളെ എങ്ങനെയെങ്കിലും ഇന്ത്യൻ യൂണിയനിൽ സംയോജിപ്പിക്കണം. ഇനി അടുത്തത് ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ രൂപീകരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കമ്മീഷനാണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ വേണ്ട, അത് ഇതേപോലെ അത് പ്രശ്നത്തിലാക്കും എന്നൊക്കെ ആദ്യം ഒരു വാദമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ മലയാളം സംസാരിക്കണവര് കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ളവരോട് ഒരു എന്താ പറയാ, വേറെ സ്ഥലമാണ്, വേറെ കൾച്ചറാണ്, ഒരു രാജ്യം എന്നുള്ള ഒരു സംഭവം വരില്ല. ഇപ്പൊ തമിഴ് സംസാരിക്കുന്നവര് തമിഴ്നാട്ടില്, അപ്പൊ ഈ ഇന്ത്യയും തമിഴ്നാടും തമ്മില് വലിയ സ്വരച്ചേർച്ച ഉണ്ടാവില്ല. ഒരു രാജ്യത്തിന്റെ ആൾക്കാരാണ് എന്നൊരു അവിടെ ഒരു വേർതിരിവ് വരും എന്നൊക്കെ ഈ പറഞ്ഞ നേരത്തെ ഈ മുസ്ലിംസ് ഹിന്ദു സ്പ്ലിറ്റ് പോലെ തന്നെ അങ്ങനെ ഒരു സംഭവമൊക്കെ വരുമെന്ന് നേതാക്കളൊക്കെ പേടിച്ചിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു എന്നോളൂ. അപ്പൊ ഈ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യം ആദ്യമായിട്ട് ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഈ പറഞ്ഞ ഭാഷ അടിസ്ഥാനത്തിൽ ഇനി സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യം വന്നത്. അതിന്റെ അധ്യക്ഷൻ C. വിജയരാഘവാചാര്യർ ആയിരുന്നു. ഇനി 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ, ഈ ഭാഷാടിസ്ഥാനത്തിൽ വേണോ എന്നൊക്കെ അറിയാൻ വേണ്ടി 1948 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ, ആ അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷനാണ് SK ധർ കേട്ടോ. ഓക്കെ, SK ധർ ആണ് ഇതിന്റെ അടിസ്ഥാനത്തില് പ്രവർത്തിച്ച കമ്മിറ്റി. ഇനി അതിന്റെ അധ്യക്ഷൻ 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് JVP കമ്മിറ്റി. അപ്പൊ ഈ ഭാഷ അടിസ്ഥാനത്തില് ഇങ്ങനെ സംസ്ഥാനങ്ങൾ വേണോ എന്നൊക്കെ ഇവര് പഠിക്കണമല്ലോ. അപ്പൊ അതിനുവേണ്ടി കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ പേരാണ് JVP കമ്മിറ്റി. ഇനി അതേപോലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് അതിന്റെ അധ്യക്ഷനാണ് SK ധർ കേട്ടോ. അപ്പൊ നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നുള്ള ആവശ്യം വന്നത്. അത് ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചാൽ 1920 നാഗ്പൂർ സമ്മേളനത്തില്. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ SK ധറും, ഇനി കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് JVP കമ്മിറ്റി. ഈ JVP കമ്മിറ്റി ആ പേരിൽ തന്നെ ഉണ്ട്. J for ജവഹർലാൽ നെഹ്റു, V for സർദാർ വല്ലഭായ് പട്ടേൽ, ഇത് ജവഹർലാൽ നെഹ്റു, P for പട്ടാഭി സീതാരാമയ്യ. അപ്പൊ ഈ പറഞ്ഞ 3 പേരടങ്ങിയ കമ്മിറ്റിയാണ് ഈ പറഞ്ഞ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ വേണോ എന്ന് കോൺഗ്രസ് നിയമിച്ച ഒരു കമ്മിറ്റിയാണത്. JVP ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, അതേപോലെ തന്നെ പട്ടാഭി സീതാരാമയ്യ ഉള്ള ഒരു കമ്മിറ്റി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനമാണ്. ഈ പറഞ്ഞ ആന്ധ്ര സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊള്ളാൻ വേണ്ടിയിട്ട് മരിച്ച ഒരു വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. അദ്ദേഹം 58 ദിവസം നിരാഹാരം അനുഷ്ഠിച്ച് ഈ ഭാഷാടിസ്ഥാനത്തില്
തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഭാഷാ അടിസ്ഥാനത്തിൽ ആന്ധ്ര എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം വേണം എന്ന് വാശി പിടിച്ച് 58 ദിവസം നിരാഹാരം കടന്നു മരിച്ചിട്ടാണ് ഈ പറഞ്ഞ ആദ്യമായിട്ട് ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപം കൊണ്ടത്. അത് ആന്ധ്രയാണ്, ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്രാപ്രദേശ് ഇത് 56-ലാണ്. അപ്പൊ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്ര സംസ്ഥാനമാണ്. അത് 1953 ഒക്ടോബർ 1-നാണ്. ഇനി ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. 58 ദിവസം അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ച് മരിച്ചുപോയി. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ബാക്കിയുള്ളവര് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ Clear ആയി ആരാ നിരാഹാരം അനുഷ്ഠിച്ചത്? നിരാഹാരം അനുഷ്ഠിച്ച് മരിച്ച വ്യക്തിയുടെ പേരെന്തിട്ടാ? ആരൊന്നും പറയണില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ പറഞ്ഞ പേര് കിട്ടിയില്ലേ? പോറ്റി ശ്രീരാമലു ട്ടാ, പോറ്റി ശ്രീരാമലു. അദ്ദേഹമാണ് ഈ പറഞ്ഞ നിരാഹാരം അനുഷ്ഠിച്ച് മരിച്ചുപോയത്. അദ്ദേഹത്തിന്റെ ഒരു ഇതിലാണ് ഈ ആന്ധ്ര സംസ്ഥാനം ഫോം ചെയ്തത്. കൃത്യമായിട്ട് പഠിക്കുക, ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്ര സംസ്ഥാനമാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് എന്നൊക്കെ തരുന്നത് ഇപ്പൊ. ഇനി അടുത്തത് നമ്മൾ പറയണതാണ് ഫസൽ അലി കമ്മീഷൻ. ഫസൽ അലി കമ്മീഷൻ അതായത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു. ഇത് ഇങ്ങനെ തന്നെ 1000 വട്ടം ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ഫസൽ അലിയാണ്. അതില് 3 അംഗങ്ങളാണ് ഉള്ളത്. ഒന്ന് സർദാർ KM പണിക്കര്, അതേപോലെ തന്നെ HN കുൻസ്രു, പിന്നെ നമ്മളിപ്പോ പറഞ്ഞ ഫസൽ അലി. അവയില് ഈ ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. അപ്പോ 3 പേരടങ്ങണ കമ്മീഷനെയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതിലുണ്ടായിരുന്ന അംഗങ്ങളാണ് സർദാർ KM പണിക്കര്. ഇതും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഈ അദ്ദേഹം മലയാളിയാണ്. കാവാലം മാധവ പണിക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം കേട്ടോ. KM-ന്റെ ഫുൾ നെയിം ആണ് കാവാലം മാധവ പണിക്കർ കേട്ടോ. KM-ന്റെ ഫുൾ നെയിം കാവാലം മാധവ പണിക്കര്. ഇനി അതിലുണ്ടായിരുന്ന വേറെ ആൾക്കാരാണ് HN കുൻസ്രു, ഫസൽ അലി കേട്ടോ. 3 ആൾക്കാരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. HN കുൻസ്രു, അതേപോലെ തന്നെ ഫസൽ അലി, സർദാർ KM പണിക്കരും. ഇനി ഈ പറഞ്ഞ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 53-ലാണ്. ഇനി ഈ ഭാഷാ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്ര നേരം 53-ൽ അദ്ദേഹം നിരാഹാരം പോറ്റി ശ്രീരാമലു നിരാഹാരം കടന്നിട്ടാണ് ആദ്യത്തെ ഭാഷാ അടിസ്ഥാനത്തിൽ ആന്ധ്ര എന്ന ഒരു സംസ്ഥാനം വന്നത്. ഇനി 56-ല് ഇവരുടെ ഒരു നിർദ്ദേശപ്രകാരം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്നത് 56-ലാണ്. ഈ പറഞ്ഞ 56 നവംബർ 1-ാം തീയതിയാണ് ഭാഷാ അടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര പ്രദേശങ്ങളും നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ ഈ 53-ലെ നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1956 നവംബർ 1-ാം തീയതി ഇന്ന് കാണുന്ന 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശവും നിലവിൽ വന്നത്. ഇതിൽ നിന്ന് പിന്നെ നമുക്കറിയാലോ ഇപ്പൊ 28 സംസ്ഥാനങ്ങളായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇത് 56-ല് നവംബർ 1-ാം തീയതി വന്നപ്പോ ഇത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ആണ് ഉണ്ടായിരുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോ കാവാലം മാധവ പണിക്കരെ പറ്റി KM പണിക്കരെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം.
ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ സമിതിയിലെ ഒരു മലയാളിയായിരുന്നു. ഞാൻ പറഞ്ഞു 3 ആൾക്കാരാണ് പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. ഒന്ന് HN കുൻസ്രു, അതേപോലെ തന്നെ സർദാർ KM പണിക്കര്, അതുപോലെ ഫസൽ അലി ആയിരുന്നു എന്റെ അധ്യക്ഷൻ. ഇനി ഈ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ സമിതിയിലെ മലയാളിയായിരുന്നു കാവാലം മാധവ് പണിക്കര്. അദ്ദേഹം തിരുവിതാംകൂറിലാണ് ജനിച്ചത്. അദ്ദേഹം ആയിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ വിചാരിക്കില്ല ഇത്. കേരള സാഹിത്യ അക്കാദമിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് അദ്ദേഹമാണ്. അദ്ദേഹം സാഹിത്യകാരൻ, ചരിത്രകാരൻ, അധ്യാപകൻ, നയതന്ത്രജ്ഞൻ എന്നീ മേഖലകളിൽ അദ്ദേഹം പ്രസിദ്ധനാണ് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ക്ലിയർ അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ട്ടോ. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് പോയിന്റ്, തന്നേക്കണ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയില് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ഡൽഹി. ശരിയോ തെറ്റോ? അപ്പൊ പറഞ്ഞോ, ഇന്ത്യയില് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാ? ആന്ധ്ര സംസ്ഥാനം. ഓക്കെ, അടുത്ത പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. 1956 നവംബർ 1-ാം തീയതി ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ശരിയോ തെറ്റോ? ബാക്കിയുള്ളവര് എന്തൊക്കെയാ പറയണ ആൻസർ? 1-2 പേര് മാത്രം റിപ്ലൈ തരണുള്ളൂല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാലത്തെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ലോജിക്കലി ആലോചിച്ച് ആൻസർ കണ്ടെത്താൻ പറ്റും. എല്ലാതൊന്നും നമുക്ക് അറിയേണ്ട കാര്യം, എല്ലാതൊന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ ചില കാര്യങ്ങൾ നമ്മുടെ ലോജിക്കൽ മൈൻഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആലോചിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചോദിക്കണത്. അപ്പൊ നിങ്ങളൊന്ന് റിപ്ലൈ തരാൻ നോക്ക്. അപ്പൊ നിങ്ങൾക്ക് കോമൺ സെൻസ് കുറച്ച് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ 1956 നവംബർ 1-ാം തീയതി ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ശരിയോ തെറ്റോ? ബാക്കിയുള്ളവരും കൂടി ഒന്ന് റിപ്ലൈ തായോ? ഓക്കെ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിക്കോ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കും തോറും നിങ്ങൾക്ക് കുറെ എണ്ണങ്ങൾ അതിൽ നിന്ന് ഒരു പോയിന്റ് അറിയെങ്കിലും ചിലത് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അതുപോലെ ചിലത് ഇങ്ങനെ ലോജിക്കലി അങ്ങനെ ആലോചിച്ചാൽ കിട്ടും. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്താലത്തെ ഗുണം. പിന്നെ കുറെ PVQ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറെ പോയിന്റ്സ് നമ്മുടെ തലയിൽ കയറും. അങ്ങനെ കുറെ ഉപകാരങ്ങളുണ്ട് നമ്മൾ ഈ പ്രീവിയസ് പഠിക്കുമ്പോൾ. ഞാൻ കാണുന്നത്, ഞാൻ എപ്പോ ക്വസ്റ്റ്യൻ വായിച്ചാലും ഇവിടെ കുറെ പേര് ലെഫ്റ്റ് അടിച്ചു പോകും. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെയാണ്. എത്രമാത്രം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാവോ അത്രയും വർക്ക്ഔട്ട് ചെയ്യണം എന്നാണ് പറയാം. അടുത്തത്, ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. ശരിയോ തെറ്റോ? ഓക്കെ, ശരിയാണോ തെറ്റാണോ? ഫസൽ അലിയാണ് കേട്ടോ. ഫസൽ അലിയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഈ സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. 1956 നവംബർ 1-ാം തീയതിയാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം 1953 ആന്ധ്രയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആദ്യത്തെ ഞാൻ വായിക്കാം, നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. 1953 ഒക്ടോബർ 1-ന് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. എല്ലാവരും ആൻസർ പറയും. ഡേറ്റ് നോക്കിക്കോളൂ കേട്ടോ, ഒക്ടോബർ 1. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശരിയാണ് കേട്ടോ. 1953 ഒക്ടോബർ 1-നാണ് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത്. അടുത്ത പോയിന്റ്, 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപവൽക്കരിക്കപ്പെട്ടു. ശരി. ഓക്കെ,
ഇനി അടുത്ത പോയിന്റ് 1953 നിലവിൽ വന്ന ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, SK ദർ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു. ശരിയോ തെറ്റോ? ഒന്നുകൂടി വായിക്കണ. 1953 നിലവിൽ വന്ന ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, SK ദർ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു. ഒരു ആൻസർ മാത്രമേ കണ്ടുള്ളൂല്ലോ. ബാക്കിയുള്ളവർ പറയൂ. 3 ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ ഈ SK ദറും പട്ടാഭി സീതാരാമയ്യും ഇല്ല. അത് ഒന്ന് JPV കമ്മിറ്റിയിലും അതേപോലെ തന്നെ നമ്മുടെ SK ദറും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഷാ പ്രവിശ്യ കമ്മിറ്റിയിൽ അംഗം. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങള് ഫസൽ അലി, HN കുൻസ്രു, അതേപോലെ തന്നെ സർദാർ KM പണിക്കർ കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ശരിയോ തെറ്റോ? ശരി. അതില് നിങ്ങക്ക് മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു എന്നൊക്കെ കേൾക്കുമ്പോ ഡൗട്ട് തോന്നും. അതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ പറയണത്. മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. 58 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആൾക്ക് കപ്പാസിറ്റി ഉണ്ടായില്ല. 58 ദിവസം കഴിഞ്ഞപ്പോ നിരാഹാരം കിടന്ന ആള് മരിച്ചുപോയി. ഓക്കെ, അടുത്തൊരു പോയിന്റ്. ഇപ്പൊ നമ്മൾ ചോദിച്ച ഈ ക്വസ്റ്റ്യൻ വരണ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ബിവറേജ് LD 2023 ബിവറേജ് LDക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി 2021 OAക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യനിൽ അതിന്റെ ആൻസർ എടുക്കണ്ട്. 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും എത്ര? നമ്പർ ഞാൻ പറയണില്ല, നിങ്ങൾ പറഞ്ഞു. എത്ര സ്റ്റേറ്റും എത്ര കേന്ദ്ര ഭരണ പ്രദേശമാണ് നിലവിൽ വന്നതെന്ന്. ഇപ്പൊ ഞാൻ വായിച്ച പോയിന്റിലും ഉണ്ടായിരുന്നു അത്. 6 കേന്ദ്രഭരണ പ്രദേശം. 14 സ്റ്റേറ്റ്, 6 കേന്ദ്രഭരണ പ്രദേശം. അതിനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ പറയണത്. അപ്പൊ ചില ക്വസ്റ്റ്യൻ വായിക്കുമ്പോ അവിടെ നിന്ന് അതിലെ പോയിന്റ് ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അതിലെ സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഇട്ടിട്ട്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നേരെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് കുറച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ. ഇനി ഇന്ത്യ സ്വീകരിച്ചത് മിക്സഡ് എക്കണോമിയാണ് കേട്ടോ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും ഇന്ത്യ സ്വീകരിച്ചില്ല, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും ഇന്ത്യ സ്വീകരിച്ചില്ല. ഇതിന്റെയും കൂടി രണ്ടിന്റെയും നല്ല വശങ്ങൾ എടുത്തിട്ടുള്ള മിക്സഡ് എക്കോണമിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും മുതലാളിത്ത സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ അതിൽ നിന്നുള്ള നല്ല വശങ്ങൾ മാത്രം എടുത്തിട്ടുള്ള ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം സ്വീകരിച്ചത്. ഇനി നമ്മുടെ ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടം കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ പല രാജ്യത്തു നിന്നും കടം കൊണ്ടുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ഓരോ രാജ്യത്തു നിന്നും ഓരോന്ന് കടം കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടം കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച പദ്ധതികളാണ് 38 ഇതിന്റെ വർഷങ്ങളാണ് കേട്ടോ പഠിക്കേണ്ടത്. 38 ദേശീയ ആസൂത്രണ സമിതി നിലവിൽ വന്നിട്ടുണ്ട്. 38 44 ബോംബെ പദ്ധതി. ഇതിന് എക്കണോമിക്സിന്റെ ഭാഗത്ത് കയറി വരുന്ന പോയിന്റ് ആണ്, ഞാൻ ഇതിൽ പറഞ്ഞു എന്നുള്ളൂ. MN റോയുടെ ജനകീയ പദ്ധതി. ഓക്കെ, 48 വ്യവസായിക നയപ്രഖ്യാപനം. നിങ്ങൾക്ക് അറിയാലോ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റഷ്യ. അപ്പൊ 38 ആസൂത്രണ സമിതി വന്നിട്ടുണ്ട്. 44 മറ്റേ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു കൂട്ടം വ്യവസായികൾ ചേർന്നുണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. MN റോയുടെയാണ് ജനകീയ പദ്ധതി. 48 വ്യവസായ നയപ്രഖ്യാപനം. ഇതിവിടെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഈ പഠിക്കേണ്ട, എക്കണോമിക്സിൽ പഠിക്കും. ഇനി സോവിയറ്റ് യൂണിയൻ മാതൃകയിലുള്ള കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കാനായി രൂപീകരിച്ച കമ്മീഷനാണ് 50 ആസൂത്രണ കമ്മീഷൻ. ഇതും നിങ്ങൾ എക്കണോമിക്സിൽ പഠിക്കും. 50 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ കേട്ടുപോയി, അപ്പൊ ഒരു സുഖം ഉണ്ടാവും കേൾക്കുമ്പോ. അപ്പൊ ആസൂത്രണ കമ്മീഷൻ ഈ പഞ്ചവത്സര പദ്ധതിക്ക് ഒക്കെ
അംഗീകാരം കൊടുത്തോണ്ടിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. അപ്പം അതൊക്കെ അവിടെ വരും. എക്കണോമിക്സിന്റെ അതെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയതാണ് ഈ പറഞ്ഞ പഞ്ചവത്സര പദ്ധതി, 5 ഇയർ പ്ലാൻസ്. നമ്മൾ 12 പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടന്നത് പഠിക്കും. ഓക്കെ, അവിടെ ഡീറ്റെയിൽ ഉണ്ട്. ഇത് തൽക്കാലം ഇത് പഠിക്കുക. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് പഠിക്കുക. അതില് നെഹ്റു ആയിരുന്നു ചെയർമാനും, പ്രധാനമന്ത്രിയാണ് അതിന്റെ ചെയർമാനായിട്ട് വരിക. അതേപോലെ ഗുൽസാരിലാൽ നന്ദയാണ് വൈസ് ചെയർമാനായിട്ട് വരുന്നത്. പിന്നെ ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവരൊക്കെ അംഗങ്ങളായിരുന്നു. അപ്പൊ ആസൂത്രണ കമ്മീഷന് പകരം വന്നതാണ് നീതി ആയോഗ് എന്ന് പറഞ്ഞ സാധനം 2015 ഈ പറഞ്ഞ പഞ്ചവത്സര പദ്ധതിയൊക്കെ കഴിഞ്ഞ് 2015 നിലവിൽ വന്നതാണ് നീതി ആയോഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ആസൂത്രണ കമ്മീഷൻ ഇതൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഇനി അതിന്റെ ചെയർമാൻ നെഹ്റുവും വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. പിന്നെ ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് ഒക്കെ അംഗങ്ങളാണ്. പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം കൊടുക്കുന്നത് ഈ പറഞ്ഞ ആസൂത്രണ കമ്മീഷനാണ്. ഓരോ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളും ഓരോന്നായിരുന്നു. ആദ്യം ഇന്ത്യക്ക് പട്ടിണിയായിരുന്നു. അപ്പൊ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ കൃഷിക്കായിരുന്നു ഊന്നൽ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നത്തേല് വ്യവസായത്തിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ 5 ഇയർ പ്ലാൻസിലും ഇന്ത്യ ഓരോ സ്വപ്നങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അത് നമ്മൾ പഠിക്കും, എക്കണോമിക്സിന്റെ ഭാഗത്ത് പഠിക്കും. 1951 പഞ്ചവത്സര പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഈ നിങ്ങൾ കേട്ടുണ്ടാവും. ഏത് സെക്കൻഡ് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് കുറെ ഇരുമ്പുരുക്ക് ശാലകളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അതിന് സഹായം നൽകിയ രാജ്യം, ഇത് ജോഗ്രഫിയുടെ ഭാഗത്ത്, എക്കണോമിക്സിന്റെ ഭാഗത്ത്, ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നൊക്കെ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഭിലായ് ഛത്തീസ്ഗഡിലുള്ളതാണ്. സോവിയറ്റ് യൂണിയൻ ആണ് സഹായം നൽകിയത്. ഇതിങ്ങനെ കേട്ട് പഠിക്കും, കേട്ടുപോയാൽ മതി. പറ്റുമെങ്കിൽ പഠിക്കാം, എന്തായാലും പഠിക്കേണ്ടതാണ്, വിടാനുള്ള പോർഷൻ അല്ല ഇത്. പിന്നെ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഠിച്ച് നമ്മൾ ഇങ്ങനെ പഠിക്കും. ബൊക്കാറോ ജാർഖണ്ഡിലാണ്, സോവിയറ്റ് യൂണിയൻ ആണ് സഹായം നൽകിയത്. റൂർക്കേല ജർമ്മനിയാണ്, ഒഡീഷയിലാണ്, ജർമ്മനിയാണ് സഹായം നൽകിയത്. ദുർഗാപൂര് ബ്രിട്ടൻ ആണ് സഹായം നൽകിയത്, വെസ്റ്റ് ബംഗാളിലുള്ളതാണ്. സ്ഥലം പഠിച്ചില്ലെങ്കിൽ സ്ഥലം ആവശ്യമുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ തൽക്കാലം ഭിലായും ബൊക്കാറോവും സോവിയറ്റ് യൂണിയൻ ആണ് സഹായം നൽകിയത്. റൂർക്കേലയ്ക്ക് സഹായം നൽകിയത് ജർമ്മനിയാണ്, ഇരുമ്പുരുക്ക് ശാലകളാണ് ഇത് കേട്ടോ. ദുർഗാപൂർ ആണെങ്കിൽ ബ്രിട്ടൻ ആണ് സഹായം നൽകിയത്. ഇങ്ങനെയെങ്കിലും പഠിച്ചു വെക്കാം. ഇനി നമ്മൾ പഠിച്ചു വരുമ്പോ ഭിലായി എവിടെയാണ്, ബൊക്കാറോ എവിടെയാണ്, ബൊക്കാറോ ജാർഖണ്ഡിലാണ്, ഇതിന്റെ ഓരോന്നിന്റെ പ്രത്യേകതകളൊക്കെ പഠിക്കും. റൂർക്കേല ആരെ സഹായം നൽകിയത്, ജർമ്മനിയാണ്. ദുർഗാപൂര് ബ്രിട്ടൻ, വെസ്റ്റ് ബംഗാളിലാണത് ദുർഗാപൂര് ഉള്ളത്. ഓക്കെ, എങ്ങനെയെങ്കിലും പഠിക്കണേ. ഭിലായും ബൊക്കാറോ അതിന് രണ്ടിനും സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ. ഭിലായി ബൊക്കാറോ, ബിജറ എന്നൊക്കെ കോഡിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ഭിലായി ബിജറ എന്ന് പറഞ്ഞാൽ ബി ഫോർ ഭിലായി, ഛത്തീസ്ഗഡ്, റഷ്യ, അങ്ങനെ ബിജറ അങ്ങനെയൊക്കെ പറഞ്ഞ് കോഡ് ഇടാറുണ്ട്. ഭിലായി സോവിയറ്റ് യൂണിയനിലും, ബൊക്കാറോ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടുകൂടി, സോവിയറ്റ് യൂണിയനിലല്ല, ഭിലായിക്കും ബൊക്കാറോയ്ക്കും സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കേലയ്ക്ക് സഹായം നൽകിയത് ജർമ്മനിയാണ്. ദുർഗാപൂരിന് ബ്രിട്ടൻ ആണ് സഹായം നൽകിയത്. ഇനി ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധമായി. ഇനി കുറച്ചും കൂടി ഉണ്ട്, വെറുപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാ. ഇന്ത്യയുടെ വിദേശ നയം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. അപ്പൊ ഇവര് വിചാരിച്ചു നമ്മുടെ ഈ പറഞ്ഞ കുറെ പേര് ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെ പിന്താങ്ങും. കുറെ പേര് ഇങ്ങനെ ഫസ്റ്റ് വാറിന്റെ സമയത്തും സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തും രണ്ട് ചേരികളായിട്ട് അച്ചുതണ്ട് ശക്തികൾ, അതേപോലെ തന്നെ ഈ പറഞ്ഞ ത്രികക്ഷി സഖ്യം, സൗഹാർദ്ദം അങ്ങനെയൊക്കെ പറഞ്ഞ് ചേരി തിരിഞ്ഞിട്ട് ആയിരുന്നു ഈ പറഞ്ഞ മെയിൻ രാജ്യങ്ങളൊക്കെ നിന്നിരുന്നത്. അപ്പൊ ഇവര് വിചാരിക്കും ഇന്ത്യക്കാര് ഇതിലേതെങ്കിലും ഒരു ചേരിയുടെ കൂടെ നിൽക്കുമെന്ന്. പക്ഷെ നമ്മുടെ വിദേശ നയത്തിന്റെ ഒരു പ്രത്യേകത ചേരിചേരായ്മ, ഒരു ചേരിയിലും ചേരില്ല എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ നെഹ്റു ഈ വിദേശ നയം പ്രഖ്യാപിച്ചത്. ഓക്കെ, നമ്മൾ ഒരു ചേരിയിലും ചേരില്ല, എല്ലാവരോടും സമാധാനപരമായിട്ട് നമ്മൾ പോകും, ആരുടെയും കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടില്ല എന്നൊക്കെ ഒരു രീതിയാണ് ഈ പറഞ്ഞ നമ്മുടെ വിദേശ നയത്തിന് ഉണ്ടായത്. അങ്ങനെ ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് നെഹ്റു ആയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളാണ് സാമ്രാജ്യത്തോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൊളോണിയൽ വ്യവസ്ഥയോടുള്ള എതിർപ്പ് അതിലുണ്ടായിരുന്ന ഒന്നാമത്തെ കാര്യമാണ്
സാമ്രാജ്യത്തോടും അതേപോലെ കാര്യം ഇന്ത്യനെ കുറെ പേര് ഭരിച്ച് കോളനിയാക്കിയതായിരുന്നല്ലോ. അപ്പൊ സാമ്രാജ്യത്വ ശക്തികളോടും അതേപോലെ തന്നെ കൊളോണിയൽ വ്യവസ്ഥയോടുള്ള എതിർപ്പ്, ഈ പറഞ്ഞ വിദേശ നയത്തിന്റെ പ്രധാന തത്വമാണ് വംശീയവാദത്തോടുള്ള വിദ്വേഷം, അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ നമ്മുടെ വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, ആരോടും ഒരു തല്ലിനും മക്കാണന് ഒന്നും പോവില്ല, നല്ല സമാധാനപരമായിട്ട്, അതേപോലെ തന്നെ പഞ്ചശീല തത്വങ്ങള്, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിൽ ഉള്ള ഊന്നൽ. ഇതൊക്കെ പറയാൻ പോയ ഒരു വലിയ ഇതാണ്. ഈ വിദേശ സഹായം ഒക്കെ കിട്ടിയിട്ടാണല്ലോ നമ്മളിപ്പോ പറഞ്ഞല്ലോ ഇരുമ്പുരുക്ക് ശാലകളൊക്കെ വിദേശ സഹായത്താൽ നമുക്ക് കിട്ടിയതാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിദേശ രാജ്യങ്ങളോട് ഉള്ള നമ്മുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. അതിന്റെ ശില്പി നെഹ്റു ആണ്. അപ്പൊ നമ്മുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളാണ് സാമ്രാജ്യത്വത്തോടും അതേപോലെ തന്നെ കൊളോണിയൽ വ്യവസ്ഥയോടും എതിർപ്പാണ്, വംശീയവാദത്തോട് വിദ്വേഷം, ഈ ഓരോ റേസിസം പോലത്തെ സംഭവം, ഐക്യരാഷ്ട്ര സഭയിൽ വിശ്വാസം, അതേപോലെ തന്നെ സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങള്, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നല്, ചേരിചേരായ്മ. ഇനി അദ്ദേഹം പറയാണ്, ഇത് നെഹ്റു പറഞ്ഞതാണ്, അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിന്റെ ശരികളൊക്കെ വിലയിരുത്തി നിലപാടെടുക്കുകയാണ് ഇന്ത്യയുടെ സമീപം. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു രാജ്യത്തെയും ഒരു സാമ്രാജ്യ ശക്തികളെയും കൂടെ എന്താ പറയാ, ഇപ്പൊ അമേരിക്കനെ തന്നെ അങ്ങനെ പിന്താങ്ങലില്ല. ഒരു പ്രശ്നം നടക്കുമ്പോ അതിലെ ശരി തെറ്റുകളൊക്കെ വിലയിരുത്തിയിട്ട്, ശരി തെറ്റാണ് കേട്ടോ, ശരി തെറ്റുകൾ വിലയിരുത്തി ഒരു നിലപാടെടുക്കുക ഏതു ഭാഗത്ത്. അങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സമീപനം. അതിനെ പറയണ പേരാണ് ചേരിചേരായ്മ. ആരോടും ചേരില്ല, അങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഇല്ല, ശരിയും തെറ്റും മനസ്സിലാക്കിക്കൊണ്ട് ഒരു അന്താരാഷ്ട്ര പ്രശ്നത്തിൽ ഇടപെടുക. ഇനി ഈ പറഞ്ഞ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത് ഈ 54 ചൈനയായിട്ട് അതിർത്തി തർക്കം ഉണ്ടായി. അപ്പൊ ഇന്ത്യ ചൈനയുമായിട്ട് ഒപ്പിട്ട കരാറാണ് ഈ പറഞ്ഞ പഞ്ചശീല തത്വങ്ങൾ. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഈ പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചവരാണ് നെഹ്റുവും അതേപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായും കൂടി ഇട്ടാണ് ഈ പറഞ്ഞ പഞ്ചശീല തത്വത്തില് ഒപ്പുവെച്ചത്. ഈ പറഞ്ഞ പഞ്ചശീല തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാന്ന് പറഞ്ഞ 5 ആണല്ലോ. ഈ പഞ്ചശീല തത്വത്തിൽ 5 കാര്യങ്ങളാണ് പറയണത്. 54 ചൈനയുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായപ്പോഴാണ് ഇന്ത്യ ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ഇവിടെ നമ്മൾ പറയണ്ട് അല്ലെ, പഞ്ചശീല തത്വങ്ങള് നമ്മുടെ വിദേശ നയത്തിന്റെ ഒരു പ്രധാന തത്വമാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പൊ അവിടെയുള്ള പഞ്ചശീല തത്വങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യ ചൈനയായിട്ടാണ് ഈ പറഞ്ഞ പഞ്ചശീല തത്വങ്ങളിൽ 54 ഒപ്പുവെച്ചത്. അപ്പൊ രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. ഓക്കെ, അത് ഒന്നാമത്തെ പോയിന്റ്. അടുത്തത് പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വവും പാലിക്കുക. ഇതാണ് 5 കാര്യം. അതായത് നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ ആവശ്യമില്ലാണ്ട് കയറി ഇടപെട്ട് കൊളാക്കരുത്. ഇപ്പൊ അതേപോലെ തന്നെ നമുക്കൊരു അതിർത്തി ഉണ്ട്, നമ്മുടെ ആ പരമാധികാരത്തിനെ അംഗീകരിക്കണം, അവരുടെ പരമാധികാരത്തിന് അവരുടെ രാജ്യത്തെ നമ്മളും അംഗീകരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല, സമാധാനപരമായിട്ട് സഹവർത്തിത്വം ഉണ്ടാവും, അതേപോലെ സമത്വവും പരസ്പര സഹായവും ഒക്കെ പുലർത്തുക. ഇതൊക്കെ പറയണ തത്വമാണ് പഞ്ചശീല തത്വങ്ങൾ. കുറച്ച് ബോറടിച്ചുണ്ടാവും, വല്ലതും കിട്ടിയാ, ഡൗട്ട് ഉണ്ടാ, ക്ലിയർ ആയാ? ക്ലിയർ ആയോ? നമ്മൾ എണ്ണയില്ലല്ലോ, എല്ലാവരും പോയി. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ വിദേശ നയത്തിന്റെ ശില്പി ആരാ? നെഹ്റു, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം? KM പണിക്കർ, പോറ്റി ശ്രീരാമലു, SK ധർ, BR അംബേദ്കർ. ആരാ? ഈ തന്ന ഓപ്ഷനിൽ ആരാ?
KM പണിക്കർ കേട്ടോ, KM പണിക്കർ. ഓക്കെ. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയുടെ പേര്. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയുടെ പേര് ഓർമ്മയുണ്ടോ? ഓപ്പറേഷൻ പോളോ കേട്ടോ, ഓപ്പറേഷൻ പോളോ 48 കേട്ടോ. ൽ രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. KM പണിക്കർ. പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? മറന്നുപോയാ? ഫസൽ അലി. ഫസൽ അലി ആയിരുന്നു കമ്മീഷൻ. അതിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ആരൊക്കെ? കുൻസ്രുവും അതേപോലെ തന്നെ സർദാർ KM പണിക്കരും കേട്ടോ. ഓക്കെ. ഫസൽ അലി ആയിരുന്നു ഈ പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയണത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു.